കോഴിക്കോട് മരുതോങ്കര പഞ്ചായത്തിലെ 10ാം വാർഡിലെ യുവാക്കളും കുട്ടികളുമെല്ലാം ഇപ്പോൾ ആക്രി ശേഖരിക്കുന്ന തിരക്കിലാണ്. ഒരേ ഒരു ലക്ഷ്യം മാത്രമാണുള്ളത്, സ്വന്തമായൊരു കളിക്കളം നിർമ്മിക്കണമെന്നത്. ആഗ്രഹം സഫലമാക്കാൻ വാർഡ് മെമ്പർ തന്നെ മുൻകൈയെടുത്തതോടെ ഒരു നാട് മുഴുവൻ ഇപ്പോൾ ആവേശത്തിലാണ്. കളിക്കാൻ ഗ്രൗണ്ടില്ല, സ്വന്തമായി കളിസ്ഥലം വേണം. തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് യുവാക്കളിൽ നിന്നും കുട്ടികളിൽ നിന്നും ദിബിൻ ഏറ്റവും കൂടുതൽ കേട്ടത് ഈ ആവശ്യമായിരുന്നു. മരുതോങ്കര പഞ്ചായത്തിലെ 10ാം വാർഡിൽ നിന്നും ദിബിൻ വിജയിച്ച് വാർഡ് മെമ്പറായി. പക്ഷേ കുട്ടികളുടെ ഈ ആഗ്രഹം ദിബിൻ മറന്നില്ല. വാർഡിൽ ഒരു കളിക്കളം കണ്ടെത്താനായി കമ്മിറ്റി രൂപീകരിച്ചു. ധനസമാഹരണത്തിന് ആദ്യം പണപ്പയറ്റ് സംഘടിപ്പിച്ചു. വീടുകളിൽ കയറി ആക്രി ശേഖരിക്കുകയാണിപ്പോൾ. പഴയ ഇരുമ്പ്, പ്ലാസ്റ്റിക്, പേപ്പറുകൾ തുടങ്ങിയവയാണ് ശേഖരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ലഹരി വല്ലാതെ കൂടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളെ മക്കളെയൊക്കെ ഇതിലേക്ക് വീണ് പോകാതെ മാറ്റിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. അതോടൊപ്പം നമ്മൾ ഈ ഒരു പ്രവർത്തനത്തിന് നമ്മളിപ്പോൾ സ്നേഹപ്പയറ്റ് നമ്മൾ സംഘടിപ്പിച്ചു. അതോടൊപ്പം നമ്മൾ ഈ ആക്രി, ചിരട്ട ഇങ്ങനെയുള്ള സാധനങ്ങൾ കളക്ട് ചെയ്ത് വിൽക്കുന്ന ഒരു സാഹചര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചാണ് ഇതിൻ്റെ ഫണ്ട് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കളക്ട് ചെയ്യുന്നത്. നെടുവാൽ പുഴയോരത്തുള്ള 54 സെന്റ് സ്ഥലമാണ് കളിക്കളത്തിനായി വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. സ്ഥലം ലഭ്യമായാൽ ത്രിതല പഞ്ചായത്തുകളുടെയും MP, MLA ഫണ്ടും ഉപയോഗിച്ച് പദ്ധതി പ്രാവർത്തികമാക്കാനാണ് നീക്കം. കളിക്കളത്തിനൊപ്പം വയോജനങ്ങൾക്കും സ്ത്രീകൾക്കുമായി ഓപ്പൺ ജിം ഉൾപ്പെടെയുള്ള പൊതു ഇടവും നിർമ്മിക്കാനാണ് തീരുമാനം. ഈ ഉദ്യമം 2 മാസം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒരു വീട്ടിൽ എത്രയോ വീടുകളിൽ ഞങ്ങൾ ചെന്നപ്പോൾ ഒരുപാട് ആവശ്യമില്ലാത്ത സാധനങ്ങളുണ്ട്. പക്ഷേ അത് ആക്രിയായി മറ്റിടങ്ങളിൽ കൊടുക്കുമ്പോൾ അതിന് നല്ലൊരു ഫണ്ട് ലഭിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വേറിട്ട ഒരു പരിപാടി ഞങ്ങൾ ഇതിന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. കളിക്കളം നിർമ്മിക്കുമെന്നറിഞ്ഞതോടെ വിദ്യാർത്ഥികളും ഏറെ സന്തോഷത്തിലാണ്. ആക്രി ശേഖരണത്തിന് കുട്ടികളും സജീവം. ടോം ജോസഫ് ഉൾപ്പെടെയുള്ള നിരവധി കായിക താരങ്ങൾ വളർന്നു വന്ന കുറ്റ്യാടി മലയോരങ്ങളിൽ കളിസ്ഥലമൊരുങ്ങുന്നത് പുതിയ പ്രതിഭകൾക്ക് അവസരമൊരുക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട് തത്സമയം. ഷഹീദ്, റിപ്പോർട്ടിന്റെ അവസാനത്തിൽ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഈ കുട്ടികളുടെ ഉള്ളിലേക്ക് കായിക ശേഷിയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രത്യേകിച്ച് ഈ വിദ്യാലയങ്ങളിലെ പ്ലേ ഗ്രൗണ്ടിനെ പോലെ തന്നെ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഈ നാട്ടിലെ ഗ്രൗണ്ടുകളും. അതിനുവേണ്ടി മുൻകൈ എടുത്തിരിക്കുകയാണ് ഒരു നാടൊന്നാകെ. അതിൽ എടുത്തു പറയേണ്ടത് ആ വാർഡ് മെമ്പറുടെ ഒരു ഇടപെടൽ തന്നെയാണ്. തിരഞ്ഞെടുപ്പിനൊക്കെ മുൻപ് എന്ത് വാഗ്ദാനം കൊടുത്തോ അതങ്ങനെ മറന്നുപോയൊന്നുമില്ല. തിരഞ്ഞെടുപ്പിന് ശേഷവും അതിനുവേണ്ടി ഒന്നിച്ചു നിന്നു. ആ നാടും അതിനെ കട്ട സപ്പോർട്ടായി. പ്രത്യേകിച്ചും ലഹരിയുടെ വഴിയെ കുഞ്ഞുങ്ങൾ പോകുന്ന ഈ ഒരു കാലത്ത് കായിക വിനോദത്തിലേക്ക് അവരെ കൂടുതൽ അടുപ്പിക്കുകയാണെങ്കിൽ അവരുടെ ലഹരി കായിക വിനോദങ്ങളായി മാത്രം മാറും. നമ്മുടെ നാടുകളിൽ വലിയ മാറ്റങ്ങൾ നടക്കുന്നു, വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു, കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു. ഇപ്പോൾ ഗ്രാമങ്ങൾ പോലും പട്ടണങ്ങളായി മാറുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ അവിടെ നഷ്ടപ്പെട്ടു പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കുട്ടികൾക്കും യുവാക്കൾക്കുമൊക്കെ കളിക്കാനും അവരുടെ ശാരീരിക വ്യായാമത്തിനും മാനസിക ഉല്ലാസത്തിനുമുള്ള കളിസ്ഥലങ്ങൾ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവമുള്ളൊരു കാര്യം തന്നെയാണ്. അതിന് പരിഹാരം തേടുകയാണ് ഈ മരുതോങ്കര പഞ്ചായത്തിലെ 10ാം വാർഡ് മെമ്പർ ദിബിൻ. വളരെ പ്രധാനപ്പെട്ടത്, ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം, ഈ കളിസ്ഥലം എന്നുള്ളത് ഒരു കളിക്കാനുള്ള ഇടം മാത്രമല്ല. പലപ്പോഴും നമ്മുടെ നാടുകളിൽ കുട്ടികൾക്ക് ഇങ്ങനെ കളിസ്ഥലം പൊതു ഇടങ്ങളിലൊക്കെ ഇല്ലാതാകുന്നത് കൊണ്ടാണ് കുട്ടികളിങ്ങനെ അജ്ഞാതമായ കേന്ദ്രങ്ങളിലേക്ക് തേടി പോകുന്നതും അവർ മറ്റ് മയക്കുമരുന്ന്, ലഹരി ഉൾപ്പെടെയുള്ള മറ്റ് പല കൂട്ടുകെട്ടിലേക്കൊക്കെ പോകുന്നത്. ഇങ്ങനെ കളിസ്ഥലം ഇല്ലാതായി പോകുന്നത് കൊണ്ടുകൂടിയാണെന്ന് പലരും നിരീക്ഷിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് ദിബിൻ അതിന് മുൻകൈയെടുത്തത്, വാർഡ് മെമ്പർ. മറ്റൊരു കാര്യം കൂടി, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്ത് കുട്ടികളും യുവാക്കളും ഒക്കെ ദിബിനോട് ഏറ്റവും പ്രധാനമായി പറഞ്ഞിരുന്നത്, അവരുടെ ആഗ്രഹമായി പറഞ്ഞിരുന്നതായി കളിസ്ഥലം. വാർഡ് മെമ്പറായി ദിബിൻ പക്ഷേ ആ ആവശ്യം, ആ ആഗ്രഹം ഒന്നും മറന്നുപോയില്ല എന്നുള്ളതാണ്. ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നു, ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നു, അങ്ങനെ വളരെ സജീവമായി, വളരെ ജനകീയമായി ഇതിനുവേണ്ടി പണം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നു. ആദ്യം ഒരു പണപ്പയറ്റ് നടത്തുന്നു.
അതിനുശേഷമാണ് ഇപ്പോൾ കുട്ടികളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി രംഗത്തിറങ്ങിക്കൊണ്ട് ഇങ്ങനെ ആക്രി പഴയ സാധനങ്ങൾ ശേഖരിച്ച് അത് വിറ്റ് പണം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ആ പ്രവർത്തനം അവിടെ വളരെ സജീവമായി നടക്കുന്നത്. അധികം വൈകാതെ തന്നെ വളരെ സുന്ദരമായൊരു സ്ഥലം ഈ കളിസ്ഥലത്തിന് വേണ്ടി ഗ്രൗണ്ടിന് വേണ്ടി വാങ്ങാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ആ നാടൊന്നാകെ വലിയ തോതിൽ അതിനുവേണ്ടി പിന്തുണ നൽകി സജീവമായി രംഗത്തുണ്ട്. ഏതായാലും ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം വാർഡ് മെമ്പർ ദിബിൻ്റെ അതിൻ്റെ ഒരു മുൻകൈ എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ആരെങ്കിലും ഒരാൾ മുൻകൈ എടുക്കാനുണ്ടായാൽ മാത്രമേ ഇത്തരം പ്രവർത്തനങ്ങളും മാറ്റങ്ങളും ഒക്കെ നമ്മുടെ നാടുകളിൽ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. കാലികമായി ഏറ്റവും പ്രസക്തമായ ഒരു കാര്യത്തിന് മറ്റു മുതിർന്ന പലർക്കും പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. കളിസ്ഥലം എത്രയും വേഗം അവിടെ ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ യാഥാർത്ഥ്യമാകട്ടെ. അവിടെ നിന്ന് കായിക മേഖലയ്ക്ക് മികച്ച പ്രതിഭകളും ഉയർന്നു വരട്ടെ.